വെൽക്കം ബാക്ക് ടു കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്. കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫാമിലി റൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ പല പല വിഭവങ്ങൾ കൊണ്ട് ഫാമിലി മെമ്പേഴ്സോടൊപ്പം തന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല വിഭവങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മളുടെ മത്സരം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഫാമിലി മെമ്പേഴ്സും മത്സരാർത്ഥികളും ബാക്കിയുണ്ട്. അപ്പോൾ ഇനിയുള്ള 5 മത്സരാർത്ഥികളും അവരുടെ ഫാമിലി മെമ്പേഴ്സും ചേർന്ന് തയ്യാറാക്കുന്ന വിഭവങ്ങൾ കാണുക, അതിൻ്റെ വിശേഷങ്ങൾ അറിയുക, ആസ്വദിക്കുക. ഓക്കെ, സരികയുടെ കൂടെ വീട്ടിൽ നിന്ന് അച്ഛനമ്മ ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും പരിചയപ്പെടുത്തുക. ഇത് അച്ഛൻ, അച്ഛന് ഗംഗാധരൻ, അമ്മ രാഗിണി. അച്ഛൻ ഇങ്ങനെ അല്ലേ എഴുതുകയൊക്കെ ചെയ്യും. അച്ഛനെ മറക്കാൻ പറ്റില്ല. നമ്മുടെ ഫസ്റ്റ് ലോഞ്ചിന്റെ സമയത്തല്ലേ ഒരു പാട്ട് അച്ഛനാണ് സെലിബ്രിറ്റി കിച്ചൺ. അത് വളരെ പെട്ടെന്ന് എഴുതിയ സംഭവമാണ്. 10 മിനിറ്റ് കൂടെ വന്നപ്പോൾ എഴുതിയ നിമിഷ കവിയെ പോലെ അല്ലേ? പെട്ടെന്ന് ഭയങ്കര ടാലന്റഡ്. പിന്നെ സരിക പറഞ്ഞിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. അച്ഛനാണ് ഈ കലാരംഗത്തേക്ക് കൈ പിടിച്ച് കൊണ്ടുവന്നത്, ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അപ്പൊ ഇപ്പൊ മോളുടെ പാചകത്തിനെ കുറിച്ചൊക്കെ എന്താണ് അച്ഛനമ്മമാരുടെ അഭിപ്രായം? കുറെ എപ്പിസോഡ്സ് കാണുന്നുണ്ടാവുമല്ലോ, കഴിഞ്ഞ കുറെ റൗണ്ട്സ്. എങ്ങനെയുണ്ട് സരികയുടെ പെർഫോമൻസ്? സരികയുടേത് മാത്രമല്ല, ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല നല്ല വിഭവങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിലെങ്ങനെ ആള് കുക്കിംഗ് ഒക്കെ ചെയ്യോ സാധാരണയായിട്ട്? അസലായിട്ട്. എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നത് എനിക്കൊന്നും അറിയില്ല, ഞാൻ അത്ര നന്നായിട്ട് പാചകം ചെയ്യില്ല എന്നൊക്കെയാണ്. പിറകോട്ട്. എങ്ങനെ? എന്റെ ചേച്ചി ഇത്തിരി പിറകോട്ടാ, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ മടിയാണെന്ന്. പക്ഷെ വൃത്തിയും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കൽ, നീറ്റാക്കൽ പണ്ടേ. ഞാൻ അടുക്കള പാചകം പ്രധാന ആളാണ്. ഓക്കെ, എന്നാലും സരിക നന്നായിട്ട് നാടൻ രീതിയിലുള്ള പാചകം ഒരു നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം നല്ല മീൻ കറിയും ബീഫും ചിക്കനും ഒക്കെ നന്നായിട്ട് ചെയ്ത് അത് ഞങ്ങൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തതാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു ഏതാണ്ട് ഒരു ബീഫിന്റെ ഒരു ഐറ്റം ഒക്കെ ഭയങ്കര ചിക്കനായിരുന്നു അല്ലേ? അത് ഓക്കെ. പൊരട്ട് എന്താ ചെയ്തത്? പരട്ടിയത് അത് അമ്മ സ്പെഷ്യൽ ഞാൻ വെച്ചു. അമ്മ സ്പെഷ്യലാണ്. അപ്പൊ അമ്മയാണ് അതിന്റെ കൈപ്പുണ്യത്തിന്റെ ഒരു പ്രധാന ആള്. അപ്പൊ ഇന്ന് വലിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ കോഴിക്കോട് സൈഡ് അല്ലേ? അതെ. അപ്പൊ കൊയിലാണ്ടി ഭാഗത്തുള്ള ഒരു എന്താ പറയാ, ആ ഒരു രീതിയിലുള്ള വിഭവങ്ങളായിരിക്കും ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഇയാളെ പരിചയപ്പെടുത്തിയില്ല. പരിചയപ്പെടുത്താൻ ചെറിയ ആള് എന്റെ മോന് ആഞ്ജനേയൻ എന്നാണ് പേര്. ആഞ്ജനേയൻ. ഒരു വയസ്സ് നോക്കുന്നത് ഒരു വയസ്സ് കഴിഞ്ഞു. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തല്ലേ? കുഴപ്പമില്ല, മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു റൗണ്ട് വെച്ചതിൽ. അതെ, എല്ലാവർക്കും അതെ, ഭയങ്കര സന്തോഷമല്ലേ. പ്രേക്ഷകർക്കെല്ലാം നിങ്ങളുടെ പാരന്റ്സിനെയൊക്കെ കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, കുഞ്ഞുങ്ങളെ ഹസ്ബൻഡ്സിനെ എല്ലാം. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഗംഗാധരൻ, അമ്മ രാഗിണി, ഇത് എൻ്റെ മോൻ ആഞ്ജനേയൻ. ദിലീപേട്ടൻ വന്നിട്ടില്ല. എന്തായാലും ഇവർ രണ്ടുപേരും എന്നെ ഇന്ന് പാചകത്തിൽ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. ആഞ്ജനേയൻ കണ്ട് സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ വെക്കാൻ പോകുന്നത് കൊയിലാണ്ടിയിൽ വെക്കുന്ന ചിക്കൻ കറി, അതായത് തേങ്ങ അരച്ചിട്ടാണ്, അവിടെ വറുത്തരച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുക. ആ ചിക്കൻ കറി, പിന്നെ പത്തിരി, ബീഫ്, പിന്നെ നത്തോലി ഉപ്പീരിയൊക്കെ വെക്കണം നോക്കുന്നുണ്ട്. സമയം ഉണ്ടെങ്കിൽ ചെയ്യും, അതൊന്നും കിട്ടിയിട്ടില്ല, ഓൺ ദ വേ ആണ്. അപ്പം ഞങ്ങളെ കൊണ്ടാവുന്ന വിധം, മോനുള്ളത് കൊണ്ട് കുറച്ച് അലമ്പത്തരം കാണിക്കുന്നുണ്ട് എന്തായാലും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ 3 പേരും ചെയ്യുന്നതായിരിക്കും. ഇത് മൊത്തം കട്ടിങ്ങും വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഫുൾ കട്ടിങ് അച്ഛൻ്റെ പരിപാടിയാണ്. വെളുത്തുള്ളി തൊലിക്കൽ. പിന്നെ അച്ഛനെ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. കാരണം ഇതിൻ്റെ പിന്നെ ഫസ്റ്റ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഒരു പാരഡി സോങ് എഴുതി തന്നത് അച്ഛനാണ്. പിന്നെ അച്ഛൻ LICയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ തുടങ്ങാം. അപ്പം ഞങ്ങൾ കുടുംബസമേതം നമുക്ക് ഈ സ്റ്റൗ കത്തിക്കാം. നമുക്ക് ആദ്യം ബീഫ് കുഴയ്ക്കാനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് മല്ലി. അമ്മയ്ക്ക് പ്രത്യേകിച്ച് സ്പൂൺ കണക്കാറില്ല, നിങ്ങളൊരു ഏകദേശം രൂപത്തിൽ അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. അമ്മയ്ക്കൊരു കൈക്കണക്കിൽ അങ്ങ് ഇടുകയാണ് ചെയ്യുക. മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി കട്ട് ചെയ്ത് തരാം. അത് ഞാൻ ചെയ്ത് തരാം.
മല്ലിപ്പൊടി ഇതാ. ടെൻഷൻ വേണ്ട, വെളിച്ചെണ്ണ വേണോ? അപ്പോൾ ഈ മുളകും മല്ലിയും വറക്കാൻ പോകണം. അപ്പം അച്ഛൻ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? ആദ്യമായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഫാമിലി റൗണ്ട്സ് ആയതുകൊണ്ട് മാത്രം വന്നു. പാചകത്തിന് വലിയ പരിചയമൊന്നുമില്ല. പാചകത്തിൽ വലിയ പരിചയമൊന്നുമില്ല. എന്തായാലും ഇതിൻ്റെ സാങ്കേതിക സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഞാനാണ്. എല്ലാം മുറിച്ച് ശരിയായി കൊടുത്തത്. മുളകും മല്ലി വറക്കുകയാണ്. അപ്പോൾ അമ്മയുടെ ഈ മുളകും മല്ലി പെട്ടെന്ന് വറക്കാൻ അച്ഛൻ്റെ വക ഒരു 4 വരി പാട്ട്. അപ്പോൾ അമ്മ ഈ മല്ലിയും മുളകും വറക്കുന്ന നേരം നമുക്ക് അച്ഛനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാം. ചെറിയൊരു പണി, കാരണം എപ്പോഴും ഞാനല്ലേ പാടാറ്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, ഹലോ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. അവിടെ സംഘഗാനം തുടങ്ങി. നെടുവീർപ്പിൻ മൂടലോടെ താളമോടെ, നെടുവീർപ്പിൻ മൂടലോടെ മലർമഞ്ചൽ തേടിപ്പോകില്ലേ. ഓ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. അടിപൊളി അടിപൊളി. ഞങ്ങളുടെ ഇതില്ലേ പാചകം എന്തായാലും പോകുന്നറിയാം. അതെ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പ്രതീക്ഷിക്കുന്നതായിരിക്കും. അമ്മയ്ക്കാണെങ്കിൽ വരച്ചിട്ട് വയ്യ. അപ്പോൾ ഈ മുളകും മല്ലിയും വറുത്തു. അപ്പോൾ നമ്മളിതിൽ മുളകും മല്ലിയും വേറെ എന്താട്ടെ മുളകും പൊടി മല്ലിപ്പൊടി മാത്രം ഇട്ട് വറുത്തു. അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ബീഫ് ഇട്ടു. ഇതിപ്പോൾ അതാ വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അഞ്ജനയൻ. എൻ്റെ അല്ല, ഞങ്ങളുടെ അഞ്ജനൻ. ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മോനും കൊണ്ട് ലോഹിത് റോഷൻ. ഇവന് ഏകദേശം 2 മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി. ഉള്ളി വാട്ടിയും കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നു. ഭാര്യയും ഭർത്താവും കൂടെ അവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാനിതാ ചോറ് പെട്ടെന്ന് നമുക്ക് കുക്കറിൽ 1 ഗ്ലാസ് അരി ഇട്ടിട്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാൻ മാത്രം കുറച്ച് ചോറ് കുക്കറിൽ വേവിക്കാം. ഇനി ഈ വെയിറ്റ് ഇപ്പിടണോ അതോ കുറച്ച് പുക വന്നിട്ട്? അപ്പോൾ നമുക്ക് പുക വന്നിട്ട് ഇവരെ ഒരു വിചാരം ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. അതായത് പാചകവും ചെയ്തതിന്റെ വിഷമം ഞങ്ങൾക്ക് തിരിയുന്നില്ല. ഗരം മസാലപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർക്കണം. പത്തിരി പരത്താനുള്ള. എന്തായാലും ഒരു കാര്യം പറയാം, അടുക്കളയിലെ സ്ത്രീകളെ സമ്മതിക്കണം.
കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, 2 തക്കാളി കൂടി. എക്സ്ട്രാ എരി കൂടിയപ്പോൾ അതൊരു ടിപ്സാണ്. കുറച്ച് എരി കൂടിയാണെങ്കിൽ കുറച്ച് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ മതി. അപ്പോൾ നല്ല സ്പീഡായിക്കേ, നല്ല നല്ല അതിനകത്ത് കിടന്നങ്ങ് വെന്തോളും. അപ്പോൾ അത് മൂടാലോ, മൂടട്ടെ. ഇനി ഒന്നും ഇടാനില്ലല്ലോ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളിച്ചെണ്ണ വെളിച്ചെണ്ണല്ല, അതിലൊന്നും അതിൽ വെള്ളം ഉണ്ടാവും. പത്തിരിക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് 2 കപ്പ് വെള്ളം വെക്കും. ഉപ്പിട്ടെ, ഒരു ശകലം നെയ്യ്, മയം കിട്ടും. ഒഴിക്കട്ടെ. ശരിക്കും പറഞ്ഞെങ്കിൽ അച്ഛൻ പണ്ട് പോസ്റ്റ്മാൻ ആയിരുന്നു. മുജുകുന്ന് ഒരു 11 വർഷം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ED പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് 1990 LIC ജോലി കിട്ടുന്നത്. അപ്പം ഇപ്പം LIC എടപ്പാൾ ബ്രാഞ്ചിൽ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം അന്ന് തൊട്ട് നടത്തം ഒരു ശീലമാണ്. ശരിക്കും കൊയിലാണ്ടി തൊട്ട് ശബരിമല വരെ അച്ഛൻ നടന്നു പോയിട്ടുണ്ട്. അതൊരു ഞെട്ടിക്കുന്ന വാർത്തയല്ലേ, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. കൊയിലാണ്ടി തൊട്ട് ശബരിമല വരെ കൊയിലാണ്ടി നെല്ലിയാടിക്കടവിൽ എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു അതെ ശബരിമല വരെ 14 ദിവസം. അത് വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും ഒരു പ്രാവശ്യവും കൂടി പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വെള്ളം തിളച്ചു, അതിലേക്ക് ഇതാ 1 കപ്പ് ഇതായി. ഇത് നല്ലവണ്ണം കുഴക്കണം. കുഴക്കണമെന്ന് പറയാനറിയില്ല. കുഴക്കണതാണ് ഉദ്ദേശിച്ചത്. ഒരു മിനിറ്റ്, ഇതാ വിസിൽ വന്നു. നമുക്കൊരു മതിയല്ലേ, ഓഫാക്കണം. നമുക്ക് വേണേൽ പിന്നെ കുക്കി കൊടുക്കാം. വെയിറ്റിനൊക്കെ അടിച്ച് പഞ്ചമാക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ വീട്ടിൽ ചെയ്യാതിരിക്കരുത്, റിസ്ക് ആണ്. നമുക്ക് ഈ ചോറിനെയും എടുത്ത് മാറ്റിയേക്കാം. എൻ്റെ പൊന്നെ അച്ഛാ, അവിടെ കൊണ്ടുപോയി വെക്കണം. വലിയൊരു കലാകാരിയുടെ മകളാണ് രോഹിണി എന്ന് പറഞ്ഞ ഒരു അമ്മ അല്ലേ, പറഞ്ഞെടുക്ക്. രോഹിണി അതായത് വലിയൊരു നാടക നടിയായിരുന്നു. അച്ഛൻ ഈ ശിവദാസൻ വലിയൊരു നാടക ബുക്കിംഗ് ഏജന്റാണ്. അപ്പോൾ അമ്മയ്ക്ക് ആ കല കുറച്ച് കിട്ടിയിട്ടുണ്ട്, കൂടുതൽ എനിക്ക് കേട്ടോ കിട്ടിയത്. എനിക്ക് കുറച്ചും കിട്ടിയിട്ടില്ല, ഇതൊക്കെ മുഴുവൻ കൊടുത്തത്. അല്ല, അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് ഒരു 2 വരി പാട്ട് പാടാൻ എനിക്കറിയില്ല. ഞാൻ എനിക്ക് 2 ചെറിയ പേരക്കുട്ടികളുണ്ട്. അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പാടും. എന്താണ്? നെഞ്ചിനുള്ളിൽ കാറ്റടിക്കുന്ന കൂടെനിക്കുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 ഇളങ്കിൽ പൈതങ്ങളുണ്ട്. ഒന്നും പഠിക്കാം. നെഞ്ചിനുള്ളിൽ കാറ്റടിക്കുന്ന കൂടെനിക്കുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 പൈതങ്ങളുണ്ട്, ആ പൈതങ്ങൾക്ക് താലിക്കെട്ടുണ്ട്. ആരാണിവരാണ് നെഞ്ചിനുള്ളിൽ കാറ്റടിക്കുന്ന കൂടെനിക്കുണ്ട്, ആ കൂട്ടിനുള്ളിൽ 2 പൈതങ്ങളുണ്ട്. അതാണ് ഞാൻ എപ്പോഴും മക്കൾ വന്നതിന് പാടാറ്. ഞങ്ങളെ പൈതങ്ങൾക്ക് കെട്ടുപറ എത്തിയതാണ് പറയുന്നത്. 2 ആൾക്കും 1 വയസ്സായിട്ടേ ഉള്ളൂ. 2 പേരക്കുട്ടികളുണ്ട് എനിക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ സന്തോഷം. ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഇറച്ചി പത്തിരിയാണ് കൊടുക്കുക. നൈസ് പത്തിരിയാണ് ശരിക്കും നമ്മൾ കോഴിക്കോട് നൈസ് പത്തിരിയും കോഴിക്കറിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ചട്ടിപ്പത്തിരി, അതായത് കട്ടിപ്പത്തിരി. ഇത് ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇന്ന് പാൻ വെച്ചിട്ട് അതിൽ
ചട്ടിപ്പത്തിരി റെഡിയാക്കണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐറ്റം ചിക്കൻ വറുത്തരച്ച് വെക്കുന്ന ഒരു കറി. അപ്പോൾ ഇത് ചിക്കൻ വറുത്തരച്ച കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ടുണ്ട്. മുളകും പൊടി, മല്ലിപ്പൊടി നമ്മൾ വറുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അയ്യോ എന്തൊക്കെയാണ് ഇവിടെ അച്ഛനും അമ്മയും മോളും കൂടി തകർക്കുന്നത്. ഇതിപ്പോ തേങ്ങ വറുത്തരച്ച ഇറച്ചിക്കറിയാണ് ഉദ്ദേശിച്ചത്. ഒന്നും ആയിട്ടില്ല, വെക്കാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഇത് കട്ടിപ്പത്തിരി, ചട്ടിപ്പത്തിരി, അങ്ങനെ പല ഇത് കട്ടിപ്പത്തിരി. ഇത്തരം പത്തിരി ഞാൻ കഴിച്ചിട്ടുണ്ട്. ചാവക്കാട് അടുത്തൊരു ഹോട്ടലിൽ അവരുടെ സ്പെഷ്യലാണ് അത്. നിങ്ങൾ ആ ഭാഗത്തൊക്കെ അല്ലേ? മറ്റേ അല്ലേ മലബാർ നൈസ് പത്തിരി നൈസ് പത്തിരി നന്നായിട്ടുണ്ടാകും. കട്ടിപ്പത്തിരിക്ക് അതാകുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടാണ് ഇത്. മനസ്സിലായി. അപ്പൊ ഇനി എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? ഇനി അതായത് ചട്ടിപ്പത്തിരി, തേങ്ങ വറുത്തരച്ച ഇറച്ചിക്കറി, പിന്നെ ചോറ്, ബീഫ് പുരട്ടിയത്, പിന്നെ സാമ്പാർ, പിന്നെ നത്തോലി, പീര, അതിലൊരു വേറൊരു വെറൈറ്റി രീതിയിലൊരു പൊരിക്കലുണ്ട്. അയല സാധാരണ പൊരിക്കുന്ന അത് നീലേശ്വരക്കാർ വെക്കുന്നത്. അവിടെ വെക്കുന്നതാണ്. അച്ഛന് LIC രണ്ട് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമല്ലോ. അത് കൊള്ളാം. നല്ല പക്ഷേ പാചകത്തിന്റെ കാര്യത്തിൽ ഞാൻ പിന്നിലേക്കാണ്. പക്ഷെ മോറൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല. അച്ഛൻ കൂടെ നിന്ന് സഹായിക്കല്ലേ? അച്ഛനൊന്നും സഹായിക്കാം. വീട്ടില് അമ്മയുടെ സർട്ടിഫിക്കറ്റ്. അതെ, പിന്നെ ആരത് വേണമല്ലേ? അപ്പൊ പിന്നെ ഇത് പറഞ്ഞൊക്കെ ചെയ്ത് ഇങ്ങനെ ശീലമില്ലാത്തത് കൊണ്ടുള്ള ഒരു വിറയലും ആ പ്രോസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് കാണിക്കുക. പറഞ്ഞു ചെയ്ത് ഇങ്ങനെ ചെയ്ത് അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമല്ലോ കാണുന്നവർക്ക് അല്ലേ? ഓക്കെ, അപ്പൊ നടക്കട്ടെ. അപ്പോൾ ഇത് ചിക്കൻ വറുത്തരച്ച കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ടിട്ടുണ്ട്. മുളകും പൊടി, മല്ലിപ്പൊടി നമ്മൾ വറുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വറുത്തരച്ച് ആണ് നമ്മളിത് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തേങ്ങ കുറച്ചെടുത്ത് വറുക്കാം. ഉലുവ വേണ്ട? ഉലുവതെ വേറെ എന്തൊക്കെയാണ് വേണ്ടേ? തേങ്ങ എത്ര മതിയോ? അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു തേങ്ങ ഇട്ട് നന്നായിട്ട് വറക്കാൻ പോവാണ്. ഇനി തേങ്ങയിലേക്ക് എന്തൊക്കെ വേണം? തേങ്ങയിലേക്ക് ശകലം എന്താ പറയുക ഉലുവ, മതി. ഇതൊക്കെ കൈയളവാണ്. കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ. പച്ചമുളക് സാധാരണ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഇവിടുന്ന് അതിന് അവളവിടെ നിന്ന് വറക്കുമ്പോഴത്തേക്ക് ഞാനിവിടുന്ന് കറിവേപ്പിലിട്ട് പച്ചമുളക് ശകലം ഇതിനകത്തേക്ക് ഞാൻ ശകലം വെളിച്ചെണ്ണ ഇത് ബീഫിലേക്ക് വേണ്ട തേങ്ങ വറുത്തിടുന്നൊരു പരിപാടിയുണ്ട്. ഇത് ഞങ്ങൾ കോഴിക്കോട് വെക്കുന്നതാണ്. സംസാരിക്കാൻ സമ്മതിക്കണേ, ഒന്നും പറയാൻ കിട്ടുന്നുമില്ല. എന്തെല്ലാം പറയേണ്ടതെന്ന് തന്നെ കിട്ടുന്നില്ല. എന്തായാലും വീട്ടിലത്തെ മാതിരി ആവുന്നില്ല. ഇതങ്ങോട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി. അപ്പോൾ ഈ
ഇതിലേക്ക് കുറച്ച് തേങ്ങ നമ്മൾ ലാസ്റ്റ് വറുത്തിടണം. അതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്രയും തേങ്ങ നമുക്ക് വറുത്തിടാം. ആ സാമ്പാർ ഒരു കുക്കർ വേഗം വൃത്തിയാക്കി കളി. ആ കുക്കറിൽ ഇറച്ചിട്ട് ഇപ്പോൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുക്കർ വൃത്തിയാക്കിട്ട് ഏതിലിടണ്ടേ? അതിൽ ശകലം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യാൻ പോണേ? ബീഫ് ഇതിലേക്ക് ഇത് കുറച്ചുകൂടെ വറക്കട്ടെ. തേങ്ങ വറുത്തത് പുറമെ നല്ലോണം ആ ബീഫ് അതിൻ്റെ അകത്തിട്ട് നല്ലോണം വറുത്തേങ്ങ് എടുക്കും. അപ്പോൾ ഇതാ തേങ്ങ ഇത്തിരി നല്ല കരിവേപ്പിലാണ് വറുത്ത് വന്നിട്ടുണ്ട്. ഒരു 2 കരിവേപ്പില നമ്മളിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് വെച്ചിട്ട് ആ ബീഫിലേക്ക് ബീഫ് നന്നായിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മുടെ അമ്മ ഇത് നോക്കിയാൽ മതിയൊന്ന്. അമ്മ ഇത് നോക്കാൻ മതിയൊന്ന്. ഉപ്പ് നോക്കാനായിരിക്കില്ല. ഇനി നോക്കിയിട്ട് ഇത് തേങ്ങ വറുത്തരച്ചതാണ്. അപ്പം നമ്മുടെ ബീഫ് വരട്ടിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിന് നമുക്ക് അങ്ങോട്ട് മാറ്റി ശകലം ഒരു മണത്തിന് വേണ്ടിയിട്ടേ കുറച്ചേ ഇടുന്നുള്ളൂ. ഉപ്പ് വേണം കേട്ടോ. അപ്പം നല്ലതാണ്. അല്ല കൂടുതലല്ല, ഉപ്പ് ഇനി ഇടണ്ട. ഇറച്ചി മസാലപ്പൊടി ഒക്കെ ഉണ്ട്. മതി, ചാറ് മതിയല്ലേ അല്ലേ? എന്താണ് കൊള്ളാം. ഉപ്പ് വേണമെന്നൊരു സംശയം. നേരത്തെ പറഞ്ഞ ഉപ്പ് മതി മതി. ശകലം ചാറ് വേണോ? ചാറ് വയ്ക്കാം അല്ലേ? അത് ബീഫിൻ്റെ അതല്ല കോഴി തന്നെ. കുറച്ച് ചാറ് ഒഴിക്കും. അപ്പം നമ്മുടെ തേങ്ങ വറുത്തരച്ച ഇറച്ചിക്കറിയും റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഒന്ന് തേങ്ങ വറവിടാം. തേങ്ങാക്കൊത്ത് വറവിടാം. അത് പെട്ടെന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പത്തിരി ഉണ്ടാകട്ടെ. ഇത് ഇറച്ചിക്കറി ഇനി അത് ഈ തേങ്ങാക്കൊത്ത് അവിടെ ഇവിടെ നിന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് പത്തിരി പോവാനേ. പത്തിരി പൊരിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് നമുക്ക് ഇറച്ചിയിൽ നമ്മൾ നേരത്തെ വറവിടണം എന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് തേങ്ങാക്കൊത്ത് വറവിടാം. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കുറച്ച് മതി. അധികം വെളിച്ചെണ്ണ ഉണ്ട്. വെളിച്ചെണ്ണ വെച്ച് ഈ തേങ്ങാക്കൊത്ത് അതിലിട്ട് അതിലേക്ക് വറവിടാം. കാര്യം നോക്കട്ടെ. ഞങ്ങൾക്ക് തീരെ സമയമില്ല. കൊച്ചിനെയും കൊണ്ടൊക്കെ കളിക്കുന്നത് കൊണ്ട് ആഞ്ജനേനെ നോക്കാൻ പോയി. വിശപ്പൊക്കെ തീർത്ത് കൊടുത്തു ഞങ്ങൾ. കാരണം ഇതൊരു സ്പെഷ്യൽ മീൻ പൊരിക്കലാണ്. ഇതൊരു പൊരിക്കലാണ്. ഞങ്ങളെ നാട്ടിലുള്ളതല്ല. ഞാൻ നീലേശ്വരം എന്ന് പഠിച്ചൊരു സംഭവമാണിത്. ഇതിങ്ങനെ മുറിച്ചിട്ട് സാധാരണ മുള്ള് നടുവ് കൂടി വലിച്ചിട്ടാണ് എടുക്കേണ്ടത്. അതിനൊന്നും ടൈമില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ മുറിക്കാൻ പോയത്. ഇത് മുള്ള് വലിച്ച് മീൻ പൊരിക്കാന്നാണ് അതിന് പറയുക. ഞങ്ങൾക്ക് തീരെ ടൈമില്ല. ആകെ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അത് കാരണം ഞാനിങ്ങനെ ചെത്തിപ്പൊരിക്കാൻ വിചാരിക്കുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നാലൊക്കെ അധികം ചെയ്യും ഇങ്ങനെ. മീൻ അവർ കൂട്ടാത്ത മീനൊക്കെ ഞാനിങ്ങനെ മുള്ളെടുത്തങ്ങ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഏത് മീനാണെന്നും കൂടി അവർക്ക് പിടുത്തം കിട്ടില്ല. ശരിക്കും ഉള്ളിക്കൂടി കൈയിട്ടിട്ട് ചെയ്യേണ്ടതാണ്. ടൈമില്ലാത്ത കാരണം ഞാൻ എളുപ്പപ്പണി ചെത്തിയെടുക്കുകയാണ്. തൽക്കാലം ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ മേലത്തെ തൊലിയൊക്കെ കളയണം. പക്ഷെ അതിനൊന്നും ഇനിയിപ്പോൾ സമയമില്ല. അമ്മ പത്തിരി എടുക്കട്ടെ. പത്തിരി. അങ്ങനെ നമ്മുടെ പത്തിരി ഇതാ
റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് മാറ്റാം. കുറച്ച് മുളക് പൊടി, ശകല എല്ലാത്തിനും എരിവുണ്ടാവും ഞങ്ങളതിന്. പക്ഷെ മഞ്ഞൾപ്പൊടി, ശകല മല്ലിപ്പൊടി ഇടും ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നീലേശ്വരക്കാർ. അമ്മേ, ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത്. ഇതെന്ത് മീനാന്ന് പറയാൻ പറ്റില്ല. ഒരു കുരുമുളക് പൊടി ഉണ്ട് മോളെ. ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മീൻ പൊരിക്കാം. എണ്ണ ഇത് മതിയോ? ഇതാണ് അയില ഉള്ളിൽ കൂടി മുള്ളെടുത്ത് പൊരിക്കുന്നതാണ്. അതിൻ്റെ മോള് വേഗം ചെയ്ത് കയ്പ്പൊക്കെ ഇത് പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, എല്ലാം മുളകിട്ടതാണ്. നമുക്കിതൊന്ന് കയ്പ്പൊക്കെ ഒന്ന് മുളകിട്ടെടുക്കാം. ഉപ്പേരി എന്നാണ് പറയുക ഇവിടെ. ചിലരുടെ ഭാഗത്തേക്ക് തോരൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഉപ്പേരി. ഉപ്പേരിയല്ല, അതൊരു മെഴുക്ക് പുരട്ടി പോലത്തെ മുളകിട്ടൊരു സാധനം. അപ്പം കയ്പ്പൊക്കെ കുറച്ച് എളുപ്പപ്പണിയാണ്, സിമ്പിളാണ്. അതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. കയ്പ്പൊക്കെ ലേശം വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇങ്ങനെ മുള്ളില്ലാത്ത മീൻ പൊരിച്ചത് റെഡിയാണ്. അത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ കയ്പ്പൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ട്. ഇതിന് നമുക്ക് മുളകിട്ട് മാറ്റാം. സമയമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ സൈഡിൽ തന്നെ വെളിച്ചെണ്ണയും മുളക് പൊട്ടിച്ച് അവൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ ഞാൻ ഇത് പുളി ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് പുളി ഒഴിച്ച് വേവിക്കുന്നുണ്ട്. വെളുത്തുള്ളിട്ടില്ലേ. ഇത് മീൻ തീരെ വെക്കാൻ നെത്തലാണ് വേണ്ടത്. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം ഇതുകൊണ്ട് എത്തിച്ചില്ല. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി മൂപ്പിച്ചു. അതിലേക്ക് നമ്മൾ മുളകും പൊടി ഇട്ട് മീൻ വെന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മീൻ ശകല മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. മീൻ പീരയാണ് വെക്കുന്നത്. നമ്മുടെ കയ്പ്പൊക്കെ കുറച്ചെടുത്തിട്ട് ഞാൻ മുളക് ഇട്ടിട്ടുണ്ട്. ഇത് എന്താ പറയുക, ചോറിന് ശരിക്കും ഇത് മാത്രം മതി. ഭയങ്കര എരിവും പുളിയും ഉപ്പൊക്കെ ഉള്ള കയ്പ്പൊക്കെ ഉള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചെറിയ ഉള്ളി ഒന്ന് മിക്സിയിലടിച്ചിട്ട് തന്നെ. ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. അയ്യോ അത് ഇത് മതിയോ? ഒരു കഷ്ണം ഇഞ്ചി. തേങ്ങ അടിക്കണോ? തേങ്ങ ഇതാദ്യം അടിച്ചിട്ട് തേങ്ങ ഒന്നും ഇതായ. നെത്തലും ചെറിയ മത്തിയൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ ചെയ്യുക. പക്ഷേ ഞങ്ങൾക്കിവിടെ അത് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സമയം കിട്ടിയില്ല. അത് മുറിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. കടുകിടണം. ഇതിനകത്തിട്ടല്ല, വറുത്തിടണം. ഇതിലേക്ക് നമ്മളിനി വെളിച്ചെണ്ണ വെച്ച് കടുകിടാൻ പോവാണ്. ഈ സമയത്ത് നമുക്കൊരു ചെറിയൊരു തട്ടിക്കൂട്ടി പായസം കൂടെ വെക്കാം. ഓക്കെ, നെയ്യ് ചൂടായി. സേമിയം, നെയ്യ്, കുറച്ച് കടുകിട്ട് നെയ്യ് ഒഴിക്കാം. പക്ഷെ കരിവേപ്പില അവിടെ ഒന്ന് ചെയ്യട്ടെ. നമുക്ക് നെയ്യിലേക്ക് നമുക്ക് സേമിയാണ്, കാരണം എളുപ്പം നോക്കിയിട്ട് എടുത്തതാണ്. സേമിയ ഇടാം. ചൂടാവണം നല്ല എടുക്കാം. ചൂടാവുമ്പോൾ അത് കരിഞ്ഞു. നല്ലത് കരിവേപ്പിലിട്ട് ഇതിനകത്തേക്ക് ഞാൻ അപ്പോൾ അത് നെയ്യിലിട്ടിട്ട് നമ്മൾ ഈ സേമിയം നന്നായിട്ട് വറക്കാം. ഇതവിടെ നിന്ന് നമ്മൾ ഇതൊന്ന് നോക്കണം. ഞാൻ പാലെടുക്കുന്നുണ്ട്.
കഴിച്ചില്ലേ? ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. പാലൊഴിച്ചു. അയ്യോ, സീക്രട്ട് പറയാം. സേമിയത്തിൻ്റെ അത് കുറച്ച് ബട്ടർ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് എൻ്റെ മാത്രം സ്വന്തം ഏലക്കായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ക്കും വേണ്ടി ഞങ്ങളിതാ കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരാൾ പെട്ടെന്ന് വന്നാൽ അത്യാവശ്യം വിശപ്പടക്കാനുള്ളത് മാത്രമേ ഇപ്പോൾ ഇതുള്ളൂ. എന്താ പറയുക, മോനുള്ളത് കൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഈ ടെൻഷനും ഇവരൊക്കെ ആദ്യമായിട്ടായതുകൊണ്ടുള്ളൊരു എന്താ പറയുക വെപ്രാളം. എന്തായാലും ബാക്കിയുള്ള ഫാമിലിനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അവരൊക്കെ പടപട ചെയ്തു. എന്തായാലും ഞങ്ങളുടെ വക ഈ ചെറിയ വിഭവമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഞങ്ങൾ 3 പേരും ആഞ്ജനേനും കൂടെ ഇവിടെ ലാസ്റ്റ് ഒരു വൈൻഡ് അപ്പ്. എൻ്റെ കൽവിലെ വിണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ, എൻ്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ കൂട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. ബൈ.